അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളെല്ലാവരും വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്ന റേഷനരിയാണ് കേട്ടോ എടുക്കുന്നത്. നല്ല താളൻ അരിയാണ്. അതെടുത്തിട്ട് ഒരേ ഒരു കപ്പ് എടുത്ത് ഇതുപോലെ കാസറോളൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്തോളൂ കേട്ടോ. ഇത് കാസറോളൊക്കെ ഇടുന്നതിൻ്റെ കാരണം എന്താ വെച്ചാൽ നമുക്ക് പെട്ടെന്നൊന്ന് കുതിർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതെൻ്റെ പഠിച്ചോനെ എന്തുമാതിരി ഒരു ഉണ്ടപ്പക്കറ് കേക്കാന്നറിയ കിട്ടിയത്. അതാണെങ്കിലോ പഞ്ഞിക്കെട്ട് എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര സ്പോഞ്ച് കെട്ടായിപ്പോയി. ഇത് ഞാൻ തന്നെ അന്തം വിട്ടുകണ് കേട്ടോ. ഇതിങ്ങനൊക്കെ ആവുമെന്ന് ഞാൻ തന്നെ ആലോചിച്ചിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഞാനിപ്പോൾ ഇത് ചെയ്ത രംഗം എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി. ഒരു തേങ്ങ അരക്കണ ആ ഒരു പണിയും കൂടി നമ്മൾ മിക്സിൻ്റെ ജാറിട്ടാണ് ഇത് എടുത്തിട്ടില്ല കേട്ടോ. അത്രയും സിമ്പിളായിട്ടാണ് നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കണമെങ്കിൽ. എന്നാലോ ഉണ്ടാക്കി നോക്കുമ്പോഴോ നമ്മൾ ഓവന് എല്ലാ ആൾക്കാരും വിചാരം ഓവനിലേ കേക്ക് ശരിയാവുള്ളൂ എന്നാണ്. പിന്നെ നമ്മൾ പാത്രത്തിൽ ഉണ്ടാക്കിയാൽ തന്നെ ഇനിയിപ്പോൾ ഇതുപോലൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇത് നല്ല ഒരു ഓവനിൽ ഉണ്ടാക്കിനായിട്ട് ഉഷാറായി ഉണ്ടാകാനും അതേമാതിരി തന്നെ ബീറ്ററിൽ നമ്മൾ മുട്ടൊക്കെ ബീറ്റ് ചെയ്ത് അതിനേക്കാളൊക്കെ ഇതേമാതിരി പഞ്ഞിക്കെട്ടുകൊണ്ട് നോക്കി നമ്മളിങ്ങനെ നെക്കിയാൽ പിന്നെ ഇങ്ങനെ നെക്കിക്കൊണ്ട് തന്നെ നിൽക്കും. അതിലൊരു പഞ്ഞിക്കെട്ടും കൂടിയാണ് ആയിക്കണത്. പിന്നെ ആണെങ്കിൽ ഇങ്ങോട്ട് നോക്കിയാണി ഒരു കപ്പ് മൈദ വെച്ചിക്കാണ്ട് ഇത്രയും വലിയൊരു കേക്ക് ഉണ്ടപ്പക്കറ് കേക്ക് ഇത്രയും കഷ്ണം നമുക്ക് മുറിച്ചാനും കിട്ടുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എങ്ങനെ കിട്ടണമെന്നുള്ളതും ഇതിക്ക് എന്തൊക്കെ പക്ഷെ നമ്മൾ ഈ ഒരു കേക്ക് ഉണ്ടാക്കുമ്പോഴേ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാണ്ട് കേട്ടോ. അപ്പോഴാണിത് ശരിക്കും നമുക്ക് നല്ലൊരു കേക്കായിട്ട് കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കടയിൽ പോയാണ്ട് കേക്ക് വാങ്ങേ അതേപോലെ തന്നെ ഞാൻ കേക്ക് ഉണ്ടാക്കിക്കാണ്ട് അതാകെ ഫ്ലോപ്പായി കണ്ടുള്ള ടെൻഷനോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അതൊക്കെ നമുക്ക് മെയിനായിട്ട് വേണ്ട നമ്മൾ ആയുധം മിക്സിയാണ് കേട്ടോ. അപ്പോൾ മിക്സിൻ്റെ ജാർ എടുക്കുക. ഇതുപോലെ നല്ല ഡ്രൈ ആയിട്ടുള്ള ജാർ തന്നെ എടുക്കണേ. ഇത് വെള്ളത്തിൻ്റെ ഒരു അംശം ഉണ്ടായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്ലാസ്സൊക്കെ പഞ്ചസാര ഇട്ടോളി. പക്ഷെ കറക്റ്റ് നമുക്ക് കേക്ക് കഴിക്കുമ്പം ഒരു ഇൻട്രസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടും നമ്മൾ മനസ്സിനൊരു സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടേസ്റ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ 3/4 ഗ്ലാസ് പഞ്ചസാരന് മതിയാവും. അപ്പോൾ എല്ലാം ഈ ഗ്ലാസ്സിനാട്ടോ ഞാൻ അളക്കണത്. അപ്പോൾ ഈ അളവ് നിങ്ങൾ കറക്റ്റായിരിക്കുക. അളവ് കറക്റ്റായോ എന്നാൽ നമുക്ക് കണ്ണും ചിമ്പി കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ആ പഞ്ചസാര ഈ ഒരു മിക്സിൻ്റെ ജാറൊക്കെ ഇട്ട് കൊടുത്തുകൊണ്ട് പിന്നെ നമ്മൾ ഈ ഒരു കേക്കിലേക്ക് വാനില എസൻസ് ഒന്നും ചേർക്കണില്ല കേട്ടോ. എന്താ വെച്ചാൽ വാനില എസൻസ് ചേർത്താലും മുട്ടേൻ്റെ ചെറിയൊരു സ്മെല്ലും ടേസ്റ്റൊക്കെ ഉണ്ടാവും. നേരെ മറിച്ചിട്ട് നിങ്ങൾ ഇതേപോലെ ഒരു 2-3 സംഭവങ്ങൾ, അതായത് ചെറിയൊരു കഷ്ണം പട്ട, അതേപോലെ തന്നെ ഒരു ഏലക്ക, ഒരു 2-3 ഗ്രാമ്പു ഇത് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഈ ഒരു പഞ്ചസാര ഉണ്ടല്ലോ ഫൈനായിട്ട് കൊണ്ട് പൊടിച്ചെടുത്ത് കൊടുക്കുകയാണ്. നല്ലൊരു മണം ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോൾ വാനില എസൻസ് ഇപ്പം നമ്മൾ സാധാരണ വീട്ടുകാരെ പെരക്കിലൊന്നും വാനില എസൻസ് ഉണ്ടാവില്ല. പിന്നെ എപ്പോഴും കേക്ക് ഉണ്ടാക്കി സെയിലൊക്കെ ചെയ്യുന്ന ആളുകളെ വീട്ടിലൊക്കെ ഉണ്ടാവും. ഓലെ വീട്ടിൽ പിന്നെ ഏതായാലും വാനില എസൻസ് മാത്രമല്ലല്ലോ, ഓവനും ബീറ്ററും ഒക്കെ ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മൾ സാധാരണക്കാരെ വീട്ടിൽ എവിടെ നിന്നാലും ഓവനും ബീറ്ററൊക്കെ എന്ന് വിചാരിച്ചിട്ട് നമുക്കും വേണ്ടപ്പോൾ കേക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഇതുപോലുള്ള ഗുണ്ടുമണി കേക്കൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇനിയിപ്പോൾ ഒരു 3 കോഴിമുട്ട ഉണ്ടോ ഞാൻ ഇതിലേക്ക് പൊട്ടിച്ചു വയ്ക്കണത്. അപ്പോൾ 3 കോഴിമുട്ടയും അതുപോലെ തന്നെ അതിലേക്ക് ഒരു നമ്മൾ പഞ്ചസാര കളന്ന് ആ ഒരു ഗ്ലാസ്സിൽ 1/4 ഗ്ലാസ് പാലില്ലെങ്കിൽ വെള്ളം ഒഴിച്ചോളി കേട്ടോ. സാധാരണ പച്ചവെള്ളം അങ്ങോട്ട് ഒഴിച്ചോളി, ഒരു കുഴപ്പവും പറ്റൂല. നല്ല അടിപൊളി കേക്കായിട്ട് തന്നെ കിട്ടും. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിൽ. ഇനിയിപ്പോൾ വെള്ളം ഒഴിക്കാൻ മടിയുള്ള ആളുകളാണെങ്കിൽ 3 കോഴിമുട്ടയ്ക്ക് പകരം 4 കോഴിമുട്ട ഇട്ടാലും നല്ല അടിപൊളിയായിട്ടാണ് കിട്ടുക. അപ്പോൾ അതൊക്കെ നിങ്ങൾ ഇഷ്ടത്തിന് ചെയ്യുക. പാലോ വെള്ളമോ അതല്ലെങ്കിൽ അതിന് പകരം കോഴിമുട്ട ഒക്കെ ചേർത്ത് കൊടുക്കട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ ഈ ഒരു കോഴിമുട്ടയും അതുപോലെ തന്നെ ആ ഒരു സൺഫ്ലവർ ഓയിലും പാലും എല്ലാം കൂടിയിട്ട് പഞ്ചസാര എല്ലാം കൂടിയിട്ട് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്ത് കൊണ്ടുവന്നാണ് അതവിടെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ നമ്മൾ ആ ഒരു പഞ്ചസാര എടുത്ത അളവിന് തന്നെ ആ ഒരു ഗ്ലാസ്സിന് തന്നെ ഒരു 1.5 ഗ്ലാസ് മൈദയാണ്. അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾ കപ്പിനാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരളവിൽ ഇപ്പം വീട്ടിൽ കപ്പ് ഉണ്ടെങ്കിൽ, ഇപ്പോൾ സാധാരണക്കാരെ വീട്ടിലിപ്പോൾ കപ്പൊന്നും ഉണ്ടാവില്ല, ഗ്ലാസ് ഈ ഒരു 200 ഗ്രാമിൻ്റെ ഗ്ലാസ് എല്ലാവരുടെ വീട്ടിലുണ്ടാവില്ലേ. ഇനിയിപ്പോൾ സ്റ്റീൽ ഗ്ലാസ് ആയാലേ കുപ്പി ഗ്ലാസ് ആകട്ടെ, ഏതായാലും ഈ ഒരു ഗ്ലാസ്സിന് അളക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഞാൻ ഇത്രയും പറഞ്ഞു തന്നെ ഇതുപോലുള്ള പഞ്ഞിക്കെട്ട് ഉണ്ടപ്പക്കറ് സ്പോഞ്ച് കേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് എടുക്കുമ്പോഴാണ് നമ്മുടെ സാധാരണ കപ്പ് മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് ആവുക. അപ്പോൾ നിങ്ങൾ കപ്പിനാണ് പൊടി എടുക്കണമെന്നുണ്ടെങ്കിൽ 1 കപ്പ് പൊടി എടുത്തോളി. അതല്ല ഗ്ലാസ്സിനാണെങ്കിൽ 1.5 ഗ്ലാസ് പൊടി എടുക്കുക. എന്നിട്ട് നമുക്ക് ആ ഒരു പൊടിയിലേക്ക് ലേശം ഒരു 1/2 ടേബിൾ സ്പൂണ് ഇതുണ്ടല്ലോ ബേക്കിംഗ് പൗഡറും 1/4 ടേബിൾ സ്പൂണ്
ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് സ്പൂൺ കൊണ്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്യുക. ആദ്യം സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു കേക്ക് നല്ല ഉഷാറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇത് നല്ലോണം മിക്സായി കിട്ടണം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ 2-3 പ്രാവശ്യം അരിച്ചെടുത്തോളി. അതല്ല എന്നെ പോലെ മടിച്ചുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതുപോലൊന്ന് അരിച്ചെടുത്താൽ എല്ലാ ഭാഗത്തേക്കും എല്ലാ ഇൻഗ്രീഡിയൻസും എത്തും കേട്ടോ. അപ്പോൾ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ നിങ്ങളടുത്ത് ബേക്കിംഗ് സോഡ ഇല്ല, അല്ല ബേക്കിംഗ് പൗഡർ ഇല്ല വെച്ചോളി. ബേക്കിംഗ് സോഡ ഒക്കെ പിന്നെ എല്ലാവരുടെ വീട്ടിലുണ്ടാവും, കൽത്തപ്പും നെയ്യപ്പം ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൊടുന്ന് വെച്ച്. അതുപോലെ ഉണ്ടാവില്ല ബേക്കിംഗ് പൗഡർ. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് സോഡ എടുത്താൽ മതി കേട്ടോ. 1/4 ടേബിൾ സ്പൂണല്ലേ ഇപ്പോൾ നമ്മൾ എടുത്തത്. അപ്പോൾ ബേക്കിംഗ് പൗഡർ ഇല്ലാത്ത സ്ഥിതിക്ക് ബേക്കിംഗ് സോഡ 1/2 ടേബിൾ സ്പൂൺ. ഇനിയിപ്പോൾ കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ മണി ഒരു 3/4 ടേബിൾ സ്പൂൺ അടുത്തൊക്കെ എടുത്തോളി ബേക്കിംഗ് സോഡ. നല്ല സ്പോഞ്ച് പഞ്ഞിക്കെട്ട് കേക്ക് വേണ്ട നമുക്ക്. അപ്പോൾ അതൊക്കെ തരിച്ചെടുത്ത് ഇനിയിപ്പോൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കണം. എങ്ങനെ വെച്ചാൽ 2 വട്ടമായിട്ടാണ് കേട്ടോ. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ട് നമ്മളിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബബിൾസ് ഒക്കെ വരാൻ സാധ്യത ഉണ്ടാവും. അപ്പോൾ പകുതിയും വെച്ചിട്ട് ചെയ്യുമ്പോൾ എല്ലാതും പൊടിയും ഈ ഒരു ബാറ്ററും എല്ലാം കൂടെ നല്ലോണം മിക്സായിട്ട് കിട്ടും. അപ്പോൾ നല്ല പഞ്ഞിക്കെട്ട് കേക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലുമൊക്കെ ചക്കക്കൂട്ട ഇളക്കണ പോലെ ഇളക്കിയിട്ട് കുത്തി കൂട്ടി ഉണ്ടാക്കിയാൽ ആ ഒരു കേക്ക് ചിലപ്പോൾ നൂർച്ചൊക്കെ കെടുക്കും. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ നിങ്ങൾ ഒരുപാട് ആളുകളൊക്കെ പറയാറുണ്ട്, ഞാനിപ്പോൾ ഇയാൾ ചെയ്തതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് എന്താ എൻ്റെ കേക്ക് ഇങ്ങനെയെന്ന്. ചെയ്യണമൊക്കെ ചിലപ്പോൾ നിങ്ങൾ 3 കോഴിമുട്ട എടുക്കുന്നുണ്ടാവും, പാലെടുക്കുന്നുണ്ടാവും, വാനില എസൻസ് എല്ലാം ചെയ്യുന്നുണ്ടാവും. പക്ഷേ നമ്മൾ ചെയ്യണോടത്ത് കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഏതായാലും ഇത് കുറച്ച് ഒരു പാത്രത്തേക്ക് മാറ്റിയിട്ടേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ടോ. നമ്മൾ ഈ ഒരു ബാറ്ററിന്ന് പകുതിയോളം എടുത്തുകയാണ്. അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡർ ഇട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ നല്ല തിക്കായിട്ട് നിങ്ങൾ ബാറ്റർ വരാമെന്നുണ്ടെങ്കിൽ അത് ലേശം പാലും കൂടെ 1 ടേബിൾ സ്പൂണോളം പാലും കൂടെ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്ത് കറക്റ്റ് നല്ല ബാറ്ററാക്കിയിട്ടെടുക്കണേ. അപ്പോൾ ഇനിയിപ്പോൾ നോക്കിയാണ് ഞാൻ ഇപ്പോൾ നമ്മൾ സാധാരണക്കാരുടെ വീട്ടിലുണ്ടാകാനുള്ള ചായപാത്രം, ഇനിയിപ്പോൾ ഇതുപോലെ അലുമിനിയം പാത്രം വേണമെന്നില്ല കേട്ടോ, സ്റ്റീൽ പാത്രമോ ഏതെങ്കിലും ഒരു കുണ്ടൻ പാത്രം എടുത്തോളി. ഇനി കേക്ക് ടീൻ ഉണ്ടെങ്കിൽ അത് എടുത്തോളി. എൻ്റെ അടുത്ത് കേക്ക് ടീനൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലാവേണ്ടത് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ലേശം ഓയിൽ ഒഴിച്ചിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുത്തേക്കണേ. എന്നിട്ട് ഞാൻ ചെറിയൊരു കഷ്ണം ബട്ടർ പേപ്പർ സൈഡിലേക്കൊന്നും വെച്ചിട്ടില്ല കേട്ടോ, നടുവിൽ മാത്രം വെച്ചെടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾ സ്റ്റീൽ പാത്രമൊക്കെ എടുക്കുകയാണെങ്കിൽ സൈഡിലൊക്കെ ഒന്ന് ബട്ടർ പേപ്പർ വെച്ചെടുക്കുക. ഇനിയിപ്പോൾ ബട്ടർ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഇത്തിരി ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തില്ലേ, ആ ഒരു സമയത്ത് ലേശം മൈദ എടുത്തിട്ടൊന്ന് കൊട്ടി കൊടുത്താൽ പാത്രത്തിൽ എല്ലായിടത്തും മൈദ ആവും. എന്നിട്ട് ഈ ബാറ്റർ ഒഴിച്ചെടുത്താൽ മതി കേട്ടോ. എന്നാലും നമുക്ക് ബട്ടർ പേപ്പറിന് പകരം അങ്ങനെയും ചെയ്യാം. എന്നിട്ട് നമുക്ക് 2 കളറായിട്ട് കിട്ടാനും അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ഇതുണ്ടല്ലോ, എന്താണ് ബ്ലാക്ക് ഫോറസ്റ്റും വൈറ്റ് ഫോറസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കേക്ക് ഇഷ്ടമുണ്ടാവുമല്ലോ, സ്പോഞ്ച് കേക്ക്. അപ്പോൾ ആ ഒരു സ്പോഞ്ച് കേക്കിൻ്റെ ടേസ്റ്റ് നമുക്ക് ആ ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ ടേസ്റ്റ് കിട്ടണ്ടേ. അങ്ങനെയാണെങ്കിൽ അതല്ലെങ്കിൽ നമുക്കൊരു സീബ്ര മോഡൽ വേണം അങ്ങനെയൊക്കെ എന്നുണ്ടെങ്കിൽ ആണ് കേട്ടോ ഈ ഒരു 2 മെത്തേഡ് ചെയ്യേണ്ടത്. അതല്ല നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മോഡൽ കേക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ വെറും എന്താണ് ഈ ഇതുണ്ടല്ലോ നമ്മുടെ കൊക്കോ പൗഡർ അതങ്ങോട്ട് ഒഴിവാക്കിയിട്ട് ഈ ഒരു ബാറ്ററിനെ മതി കേട്ടോ. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ. പക്ഷേ ഈ 2ഉം കൂടി ചേർന്നിട്ടുള്ള ഈ ഒരു കേക്ക് കഴിക്കുമ്പം നല്ലൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ആനന്ദം നമുക്കുണ്ടാവും. കാരണം ഇത്രയും പഞ്ഞിക്കെട്ട് കേക്കും കൂടെ ആകുമ്പോൾ നമുക്ക് കടയിൽ നിന്ന് വാങ്ങിയാലും കൂടി ഇത്രയും നമ്മൾ മനസ്സിക്ക് തൃപ്തിയാവില്ല. പിന്നെ കടയിൽ നിന്നൊക്കെ ഒരു കേക്ക് വാങ്ങണം എന്തോ ഒരു വിലയെന്നറിയോ. ഇതിപ്പോൾ നമുക്കൊരു 3 കോഴിമുട്ട, പിന്നെ ഇപ്പോൾ വലിയൊരു ചിലവൊന്നും ബാക്കിയുള്ളതിനൊന്നും ഇല്ലല്ലോ. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ മുറിച്ച് കഴിക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് ഇങ്ങനെ കേട്ടോ പറഞ്ഞു കൊടുക്കണത്. ഒരു 2-3 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഓരോ ടേബിൾ സ്പൂണൊക്കെ വെച്ചിട്ട് ഒന്ന് നമ്മൾ ആ ചോക്ലേറ്റിൻ്റെ ഇതുണ്ടല്ലോ, എന്താണ് കൊക്കോ പൗഡറിൻ്റെ ആ ഒരു ബാറ്റർ ലേശം ഒഴിക്കുക. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ അടിയിൽ മേലെ അല്ല കേട്ടോ, സൈഡിലായിട്ടാണ് ഒഴിച്ചെടുത്തത്. ഒരു സൈഡിൽ അങ്ങനെയാണ്. അപ്പോഴാണ് നമ്മുടെ ഈ ഒരു കേക്ക് ഒരു ചൊറുക്കുള്ളൊരു കേക്കായിട്ട് കിട്ടുക. അപ്പോൾ ഇതൊക്കെ പിന്നെ നിങ്ങൾ അളവിനനുസരിച്ച് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തോളൂ. നിങ്ങൾക്ക് 2 വട്ടാക്കിയാണോ ഒഴിക്കണ്ടേ, അതല്ല 3 വട്ടാക്കിയാണോ ഒഴിക്കണ്ടേ, അങ്ങനെ എങ്ങനെയാണോ നിങ്ങൾക്ക് ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ സൈഡിൽ കുറച്ച് ഒഴിക്കുക, എന്നിട്ട് ഈ ഒരു സൈഡിൽ ഒഴിക്കുക, ഈ ഒരു സൈഡിൽ ഒഴിക്കുക, അങ്ങനെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ ഏതായാലും ഇതൊക്കെയാണ് മുഴുവൻ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബാറ്റർ ഇപ്പോൾ 1/2 താഴെയല്ലേ ഉള്ളൂ. പക്ഷേ ഇനി ഈ കേക്ക് ഉണ്ടല്ലോ പാത്രത്തിൻ്റെ എത്രയോ മേലേക്ക് പൊങ്ങും.
മേലൊക്കെ പൊങ്ങണത് കാണാം. അത്രക്കും പഞ്ഞിക്കെട്ടായിട്ടാണ് കിട്ടുക. അപ്പം ഇതിൻ്റെ ബാറ്ററും കാര്യമൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയില്ലേ. ഇനിയിപ്പോൾ കുറച്ചും കൂടെ കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടോ. എന്താ വെച്ചാൽ നമ്മളിത് ഇതൊന്ന് ബാക്ക് ചെയ്തെടുക്കുന്ന സമയത്തുണ്ട് ഒന്നും കൂടി ശ്രദ്ധിക്കാൻ. നമ്മൾ ഓവനിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അതിന് കറക്റ്റ് ചൂടൊക്കെ നമ്മൾ ആ ഒരു മെഷീൻ ആയതുകൊണ്ട് നമുക്ക് റെഡിയാക്കി വെക്കാം. പക്ഷെ നമ്മൾ അടുപ്പത്ത് വെക്കുമ്പോൾ കറക്റ്റ് ചൂടിൽ വെച്ചിട്ട് ചൂടേറിയാലും കേക്ക് കേടാവും, ചൂട് കുറഞ്ഞാലും കേക്ക് കേടാവും, പൊങ്ങാതിരിക്കും, കരിയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതാ ഞാൻ പപ്പട കോലുകൊണ്ടൊന്നിങ്ങനെ തിരിച്ചു കൊടുത്തത് കേട്ടോ. ഇനിയാണ് മക്കളെ ശ്രദ്ധിക്കേണ്ടത് ചൂടിൻ്റെ കാര്യം നല്ലോണം നോക്കിയെങ്കിൽ നമ്മളെ കേക്ക് ഉഷാറായിട്ട് കിട്ടുള്ളൂ. നമുക്ക് പെട്ടെന്ന് എല്ലാ പരിപാടിയും കഴിയണമെന്ന് കരുതിയാണ്ട് കേക്കുമ്പോൾ കളി പറ്റൂല കേട്ടോ. വേറെ ഒന്നും നമുക്ക് ഓക്കെ. നമ്മൾ ചോറും ചാറും വെക്കല്ലല്ലോ അത്. കേക്കൊക്കെ ആകുമ്പോൾ ആ മട്ടത്തിനാക്കണം. അപ്പം ഞാൻ പറഞ്ഞുതരാം. ഇതുപോലെ പഴയ ഒരു ചട്ടിയോ തട്ടോ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ട് ആ പാത്രം നല്ലോണം ഒന്ന് ചൂടായി പഴുത്ത് ചൂടായതിന് ശേഷം അതിൻ്റെ മേലെ ഒരു തട്ടും കൂടി വെക്കുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു കേക്ക് ബാറ്റർ വെച്ചിട്ട് എന്ത് ചെയ്യുക, തീ നല്ലോണം കുറച്ചൊക്കെ കേട്ടോ. നമ്മൾ ഈ അടിയിൽ വെച്ച ചട്ടിയും പാത്രമൊക്കെ ചൂടായി നല്ലോണം പഴുത്തെന്ന് കണ്ടാൽ തീ നല്ലോണം കുറച്ചേക്കുക, നല്ലോണം കുറച്ചേക്കണം. അപ്പോൾ ഇത് കുറച്ചൊരു ചെറിയ പാത്രത്തിൽ ഇത്രയും ബാറ്റർ ഒഴിച്ചുകൊണ്ട് തന്നെ വലിയ ഉണ്ടപ്പകru കേക്കാവും. പക്ഷേ ഇത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. അപ്പോൾ ക്ഷമയോട് കൂടി ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി പരന്ന പാത്രത്തിലാണ് ബാറ്റർ ഒഴിച്ചതെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ വെന്ത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്ര പൊങ്ങി കാണൂല, എന്നാലും കുഴപ്പമൊന്നുമില്ല. കിടിലൻ രുചിയാണ്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കഴുകി 2-3 പ്രാവശ്യം, റേഷൻ പൊടിയൊക്കെ അരിയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ കരടും കുറുമ്പൊക്കെ സാധാരണ കടയിൽ നിന്ന് വാങ്ങുന്ന അരിനേക്കാളും കൂടുതലുണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ട് തന്നെ കഴുകിയതിന് ശേഷം ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അത്യാവശ്യം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോളൂ കേട്ടോ. വെള്ളം കുറച്ചൊക്കെ വേണ്ട ഒരു പലഹാരമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വെള്ളത്തിൻ്റെ കാര്യത്തിലൊന്നും നിങ്ങൾ ഇത് എത്ര കുറഞ്ഞോ കൂടിയോ ഒന്നും വേജാറാവേണ്ട. തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചെടുക്കാം. 2-3 അച്ച് ശർക്കര, ഒരു 3 അച്ച് ശർക്കര ഉണ്ടായതിന് അത്യാവശ്യം നല്ല മധുരമൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ല മധുരം ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഒരച്ചും കൂടെ കൂട്ടിക്കൂടി കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ചില ശർക്കരയിലൊക്കെ എന്തെങ്കിലുമൊക്കെ കരടോ കുറുമ്പോ ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കുക. എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിന് മുമ്പായിട്ട് തന്നെ ഞാൻ ഇതിലേക്ക് ഒരു 2 പ്രാവശ്യം ഇട്ട് കൊടുത്താണ്. ഒരു അര അങ്ങനെയാണ്. അപ്പോൾ കുറച്ച് നല്ല ജീരകമാണ് ഇട്ട് കൊടുത്തത്. ജീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താൽ മതിയാവും. അതല്ലാന്നുണ്ടെങ്കിൽ നല്ല ജീരകം ഇട്ട് കൊടുത്തോളി. ഇത്തിരി ഏലക്കായൻ്റെ പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏലക്കായും നല്ല ജീരകമൊന്നും പൊടി ഇല്ലെങ്കിൽ അരി അരക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്തിട്ട് അരച്ചെടുത്താൽ നന്നായിട്ട് തന്നെ ഫൈനായിട്ട് 2 അരിഞ്ഞിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. 1 ടേബിൾ സ്പൂണ് കൊക്കോ പൗഡറോ അതല്ലെങ്കിൽ കോഫി പൗഡറോ രണ്ടാലൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഒഴിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് നല്ലൊരു ബ്ലാക്ക് ഹൽവായിട്ട് കിട്ടും. അപ്പോൾ അത് നന്നായിട്ട് നല്ലൊരു ബ്ലാക്ക് ആവാതെ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കേട്ടോ. നല്ല ബ്ലാക്ക് ആവണമെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടി ചേർക്കണ്ട. പക്ഷെ കുറച്ചൊരു ബ്ലാക്ക് ഒന്ന് വിടണം എന്നുണ്ടെങ്കിൽ ഒന്ന് ലേശം മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ട് ഇതാ ഇളക്കി നന്നായിട്ട് ഇതപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇതിനിപ്പോൾ എണ്ണ കുറച്ചതായിട്ട് തെളിഞ്ഞൊക്കെ വരുന്നുണ്ട്. കാരണം നമ്മൾ ഒരു അരമുറി തേങ്ങയൊക്കെ ആകുമ്പോൾ ഒരുപാട് എണ്ണ ഒന്നും തെളിഞ്ഞ് വരില്ല കേട്ടോ. നല്ല ഒരു തേങ്ങ ഇട്ടിട്ടാണ് നിങ്ങൾ ഹൽവ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് എണ്ണ ഇങ്ങനെ കിനിഞ്ഞ് വരുന്നതായിട്ട് കാണാം. അപ്പോൾ ഒട്ടും എണ്ണ ഒന്നും ശരീരത്തിലേക്ക് വരാൻ പാടില്ലാത്ത ആളുകൾക്കും അതുപോലെ തന്നെ ഇനിയിപ്പോൾ മധുരം ഇഷ്ടമില്ലാത്ത, മധുരം കഴിക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഒരു അടിപൊളി ഹൽവയാണിത്. അപ്പോൾ ഷുഗർ പേഷ്യൻ്റൊക്കെ ആണെങ്കിൽ ഇതിൽ കുറച്ചൊരു മധുരം കുറച്ചുകൂടി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിലാണ് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ സെറ്റ് ചെയ്യുന്ന പാത്രം കുറച്ചൊന്ന് എണ്ണ തൂവി കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ആ ചൂടോട് കൂടിയതിന് ഒഴിച്ചതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക. പൊങ്ങി കിട്ടും. അപ്പോൾ ഇതാ മാഷാ അല്ലാ എന്തായാലും ഒരു അരമണിക്കൂർ കഴിയാതെ തുറന്നു നോക്കണ്ട. അല്ലെങ്കിലും നമ്മളൊരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് കേക്ക് തുറന്നാൽ പെട്ടെന്ന് കേക്ക് കുഴിഞ്ഞു പോകും. ഇതിപ്പോൾ എന്തോ ഭാഗ്യത്തിന് 25 മിനിറ്റ് കഴിഞ്ഞിന് കുഴിഞ്ഞോടത്ത് നമുക്ക് വിട്ടുകണ്.
ഇത് കത്തിയോണ്ട് ഇങ്ങനെ കുത്തുമ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട് അതിപ്പോൾ പൊട്ടി നാശാവുന്ന ഒന്നുമില്ല കേട്ടോ. കത്തിയോണ്ട് ഇങ്ങനെ സൈഡൊന്നും ഇങ്ങനെ, കാരണം നമ്മൾ സൈഡിലൊന്നും മൈദയും തടവിയിട്ടില്ല, പോരാത്തിന് ബട്ടർ പേപ്പറും വെച്ചിട്ടില്ലല്ലോ. അപ്പോൾ അവിടെയൊക്കെ ഇങ്ങനെ ചെറുതായിട്ടൊരു ഒട്ടലുണ്ടാവും. അപ്പോൾ അതിങ്ങനെ പറ്റിയതൊന്നും ഇങ്ങനെ വേറെടുക്കുകയാണ്. എന്നിട്ട് നോക്കിയാണെങ്കിൽ ഇങ്ങനെ കൊട്ടി കൊടുത്ത അടി ഇതാ ഇതൊക്കെ ഇങ്ങനെ ഇങ്ങോട്ട് ഒരു മുകൾ ഭാഗം ഇങ്ങനെ പൊങ്ങി ഇങ്ങോട്ട് വരും. അടി ഇങ്ങോട്ട് നല്ലൊരു പഞ്ഞിക്കെട്ട് വാങ്ങിക്കും. പിന്നെ ആണെങ്കിൽ ഇതിന്റെ അടി കരിഞ്ഞിട്ട് ഇനിയിപ്പോൾ എനിക്കിപ്പോൾ ഇതിന് ഏകദേശം നേരായത് എത്ര വെച്ചാൽ ഇതിനുണ്ടായ സമയം ഏകദേശം ഒരു 45-50 മിനിറ്റ് സമയമാണ്. അപ്പം എന്താ വെച്ചാൽ നിങ്ങളൊരു 25-30-35 മിനിറ്റ് ആയിട്ട് കേക്ക് വെന്തിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ആരും ബേജാറായാണ് വണ്ടി പോയാണ്ട് കുത്തിയിരിക്കരുത് കേട്ടോ. അതൊരു 50 നമുക്ക് മുകൾ ഭാഗം കണ്ടാൽ തന്നെ പിന്നെ നല്ലൊരു സ്മെല്ല് വരും കേക്ക്. നമ്മുടെ അടുക്കളയിൽ തന്നെ നല്ലൊരു മണം വരും. അപ്പം എന്താവും നമുക്ക് മനസ്സിലാവും കേക്ക് വെന്തുകിടുന്ന്. ഇനിയിപ്പോൾ അതല്ലാന്നുണ്ടെങ്കിൽ മുകൾ ഭാഗം കുറച്ചും കൂടി പച്ച പോലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിച്ച് നിൽക്കുക. പിന്നെ എനിക്ക് നല്ലതുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പപ്പടകോലോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് ഒന്ന് കുത്തി വെക്കുക. അപ്പോൾ ആ പപ്പടകോലുമേൽ ഒരു ഇതെന്തെങ്കിലുമൊക്കെ കാണും, ആ ഒരു കേക്കിൻ്റെത്. അല്ല വെന്തുകിടുന്നുണ്ടെങ്കിൽ പപ്പടകോല നല്ല ഫിനിഷായിട്ട് ഇങ്ങോട്ട് കിട്ടും. ഞാൻ പപ്പടകോലോണ്ടൊന്നും കുത്തിയിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മക്കളെ. അതൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ എന്താ കേക്ക് അടി വെക്കുകയാണെങ്കിൽ അടി അത് പഞ്ഞിക്കെട്ടുമാണ്. ഒരു കരിച്ചിൻ്റെ ഒരു അടയാളം പോലും നമ്മൾ ഈ ഒരു കേക്കിന് വന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ പവർ. അപ്പോൾ ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണ് ഇത് ഞാൻ ഒന്ന് മുറിച്ച് കാട്ടിത്തരട്ടെ. അപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ഉള്ളെങ്ങനെയാന്നുള്ളത്. അപ്പോൾ ഇത് ഒന്ന് മുറിച്ചും കൂടി അങ്ങോട്ട് കാട്ടിത്തരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് എത്രത്തോളം മട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ഇതിങ്ങനെ ഒന്ന് വെച്ചെന്തിനാ വെച്ചാൽ ഇതിങ്ങൊന്ന് ഫോട്ടോ എടുക്കാൻ വിചാരിച്ച് വെച്ചതാട്ടോ. പിന്നെ ഞാൻ വിചാരിച്ച് ഈ ഫോട്ടോ വേണ്ട, നമുക്ക് സാധാരണ ഫോട്ടോ എടുക്കാമെന്ന്. അപ്പോൾ ഓരോ രീതിയിൽ ഇങ്ങനെ ഫോട്ടോ എടുക്കും. ചിലവരൊക്കെ പറയുന്നത് ഇതിൻ്റെ മേലൊക്കെ വെച്ചെടുക്കണമെന്നൊക്കെ, കാണാനൊരു ചൊർക്കനും വേണ്ടി എടുക്കണമെന്ന് മക്കളെ. അതൊക്കെ ട്ടാ. ഏതായാലും ഇതൊക്കെയാണ് എന്തോ ഒരു പഞ്ഞിക്കെട്ട്. ഇതെന്താ വെച്ചാൽ ഇനിയിപ്പോൾ നമ്മൾ ഇത് ഉണ്ടാക്കിക്കാണ്ട് കുറച്ച് നേരം ഇനിയിപ്പോൾ ഇതിന് കോഴിമുട്ടൻ്റെ ഒരു മണോ ചോയയോ ഒന്നും ഇതിനില്ല. എന്താ വെച്ചാൽ വാനില എസൻസ് ആണ് ചേർത്ത് കൊടുത്തുന്നുണ്ടെങ്കിൽ എന്തായാലും ഒരു മണം ഉണ്ടാവും. അപ്പോൾ ഒരു ഏകദേശം 4-5 മണിക്കൂർ നമ്മളിങ്ങനെ മുറിച്ച് കണ്ടോ അല്ലെങ്കിൽ മുറിച്ചാതൊക്കെ വെച്ചാൽ തന്നെ ആ ചോയ മണമൊക്കെ പോവും. ചിലവർക്ക് നല്ല ഇഷ്ടമാണ് കോഴിമുട്ടൻ്റെ ടേസ്റ്റ്. പക്ഷെ എനിക്ക് ആ ഒരു മണം ചോയും വരരുത് കേട്ടോ. അപ്പോൾ ഇതേപോലെ ഏലക്കായും കറാമ്പോ അതൊന്നും ഏറരുത്, ചെറുതായിട്ട് ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്തിട്ട് പഞ്ചസാര പൊടിച്ചെടുത്താൽ തന്നെ നമുക്ക് നല്ല ഉഷാറായിട്ടുള്ള സ്മെല്ലിൽ കിട്ടും. പിന്നെ ആണെങ്കിൽ നമ്മളിതിന് ഒരു മിക്സിൻ്റെ ജാറിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. പിന്നെ വലിയൊരു ചിലവോ കാര്യമോ ഒന്നും ചെയ്തിട്ടില്ലല്ലോ. ഏതായാലും ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ ഞാനതൊന്ന് മുറിച്ച് കാണിച്ചു തരട്ടെ. ഇങ്ങോട്ട് നോക്കിയാണെങ്കിൽ എന്തോ ഒരു പഞ്ഞ് കെട്ട് നോക്കി. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു സ്ക്വയർ 2-3 മണിക്കൂറാകുമ്പോഴേക്കും ഇത് നന്നായിട്ട് തന്നെ ചൂടാറുന്ന സമയത്ത് ഇത് നന്നായിട്ട് പെട്ടെന്ന് വെട്ടി കിട്ടുകയും ചെയ്യും. അപ്പോൾ ഇതാ ഞാനിന്ന് കൊട്ടി കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഹൽവയാണ് കേട്ടോ. ഇതുണ്ടോളി എന്തോ ഒരു ചൊർക്ക് നോക്കിയാണ്. നല്ല ഭംഗിയില്ലേ കാണാൻ ഭംഗി. ഞാൻ മുറിച്ച് കാണിച്ചു കേട്ടോ. ഭംഗി മാത്രമല്ല മക്കളെ, ഇതൊന്നും നിങ്ങൾ തിന്ന് നോക്കേണ്ടി. ഇത്രയും നല്ലൊരു കേക്ക് നിങ്ങൾ ജന്മത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. ഞാൻ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കും, അത്യാവശ്യം നല്ലോണം പൊങ്ങി വരും, സ്പോഞ്ച് പോലൊക്കെ തോന്നും, സ്പോഞ്ചൊക്കെ ഉണ്ടാവും. പക്ഷെ ഇത് വല്ലാത്തൊരു സ്പോഞ്ചാണ്. ഇങ്ങോട്ട് നോക്കി. നമ്മളുണ്ടല്ലോ പൂച്ചക്കുട്ടികളെ പിടിച്ചുകൊണ്ടാവുന്ന ഒരു പഞ്ഞിക്കെട്ട് അതേമാതിരിയാണിത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് കേക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി നിങ്ങൾ ഫോളോ ചെയ്യുക. പിന്നെ അതേപോലെ തന്നെ നിങ്ങൾ വേണമെങ്കിൽ ഇത് ഗോതമ്പ് പൊടിയിൽ മൈദപ്പൊടിയിൽ ചെയ്യാനും കഴിക്കാനും മടിയുള്ള ആളുകളാണെങ്കിൽ ഗോതമ്പ് പൊടിയിൽ ചെയ്തോളി കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു ഇത് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നുകണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ലൈക്കൊക്കെ തരി. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഫാമിലി ഗ്രൂപ്പൊക്കെ ആയാലും നിങ്ങളെ ഫ്രണ്ട്സ് ഗ്രൂപ്പൊക്കെ ആയാലും ഇത് നിങ്ങൾ മറക്കാതെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താളി. എല്ലാവരും കേക്ക് ഉണ്ടാകട്ടെ. കേക്കൊക്കെ ഇപ്പം എല്ലാവരും ഉണ്ടാക്കൂലേ, പക്ഷെ ഇതുപോലുള്ള കേക്കൊന്നും പല ആളുകൾക്കും ഉണ്ടാക്കാൻ അറിയില്ല. ഒന്നാമത്തെ കാര്യം മെഷർമെൻറ്റ് കറക്റ്റ് ആവില്ല എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ 4 മുട്ടൊക്കെ എടുക്കണ സ്ഥാനത്ത് 3 മുട്ട തന്നെ എടുക്കുക കേട്ടോ. എന്താ വെച്ചാൽ മുട്ടൻ്റെ ലാഭം കിട്ടും. പോരാത്തിന് നമുക്ക് ഇനി വേണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ പാലൊക്കെ ഉണ്ടെങ്കിൽ പാൽ തന്നെ ചേർക്കല്ല എന്നുണ്ടെങ്കിൽ എള്ളം ചൂടുള്ള വെള്ളമോ അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ഐസും വെള്ളം അല്ലാത്ത റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് ഉണ്ടാക്കുക. അപ്പോൾ നല്ല അടിപൊളി കേക്കായിട്ട് തന്നെ കിട്ടുന്നുണ്ടില്ല. ഞാൻ മുറിച്ച് വെച്ചിരിക്കണം. ഇനി ഇത് ഒരുപാട് കഷ്ണാക്കി നമുക്ക് മുറിച്ചട്ടോ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇത്ര കട്ടി വേണ്ടാന്നുണ്ടെങ്കിൽ ഇനിയും നല്ലോണം ചെത്തി എടുത്തോളി. പിന്നെ എന്താ അറിയോ, ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ 2 എണ്ണമൊക്കെ ഉണ്ടാക്കിക്കോളേണ്ടി. ഒന്നൊന്നും ഉണ്ടാക്കിയാൽ നമുക്ക് എന്തായാലും തികയില്ല. കാരണം അത്രക്കും ഒരു സാധാരണ കേക്കൊന്നും പ്രത്യേക ഒരു ടേസ്റ്റ് ഇതിനുണ്ട്.
അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. പിന്നെ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി നമ്മൾ വിചാരിക്കുന്നുണ്ട്. വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ വീഡിയോക്ക് താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ചെയ്യുക. പിന്നെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും, അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. ഇതൊക്കെ പഞ്ഞിക്കെട്ടാണ്. ഇത് എന്താ പറയുക, നമുക്ക് സാധാരണ കേക്കൊന്നും നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് കഴിക്കാൻ പറ്റൂല, ആ ഒരു മുട്ട സ്മെല്ലും ഒക്കെയാണ്. പക്ഷേ ഇത് നമുക്ക് വേഗം കഴിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇപ്പം തന്നെ നമുക്ക് ചായൻ്റെ കടിയാക്കി കൂട്ടാം. നല്ല പഞ്ഞിക്കെട്ടാണ്, കാണുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവില്ലല്ലേ. അപ്പോൾ ഇതാട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും.